കളിപ്പിക്കാതെ ഒഴിഞ്ഞു പോകുന്നതാ നല്ലത്. വേഷവും വരട്ടൊന്നും ഇവിടെ വേണ്ട. മര്യാദയ്ക്ക് ഒഴിഞ്ഞു പോവാൻ നോക്ക്. ഒഴിയില്ല അല്ലേ? ഇത്തിരി കൂടിയ ഇനമാണെന്ന് തോന്നുന്നു. അളിയൻ അവിടെ ഇരുന്ന് കർമ്മം ചെയ്താൽ മതി. എന്താ ചെയ്യണമെന്ന് വെച്ചാ ഞാൻ ചെയ്തോളാം. ഒഴിഞ്ഞു പോകാൻ പറ. ഒഴിഞ്ഞു പോകാൻ പറ. ഇനി ഇവളെ കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല. സമാധാനമായിട്ട് പൊയ്ക്കോളൂ. എന്നാ ഞങ്ങൾ ഇറങ്ങുക. എന്നാ അങ്ങനെ ആവട്ടെ. ഇനിയുണ്ട്. ഒയ്യോ, നേരം വിളിക്കുന്നിടം വരെ ഇറക്കളിച്ചിട്ട് ഇത്രയേ ഉള്ളോ? കൊള്ളാം. അവളെങ്ങൻ പോകാൻ വരട്ടെ. പറഞ്ഞ തുക മുഴുവനും ഇല്ലല്ലോ. നുള്ളി പെറുക്കി കൊണ്ടുവന്ന കാശ ഒരു 50 രൂപയുടെ ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? കാശ് എന്റെ അടുത്ത് കിന്നാര വർത്താനം പറഞ്ഞ കാര്യം നടക്കോ? ഇതൊന്നും കണക്ക് പറഞ്ഞ് കാശ് വാങ്ങേണ്ട കാര്യമല്ല പങ്കജം. കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. അത് ആലോചിച്ച് തല പുണ്ണാക്കണ്ട പങ്കജം. ഇനി ബസ്സൂലിയേ ബാക്കിയുള്ളൂ. അയ്യോ, പിന്നെ വരാന്ന് വെച്ചാ നിങ്ങക്ക് ബുദ്ധിമുട്ടാ. വന്ന് വാങ്ങിക്കാന്ന് വെച്ചാൽ ഞങ്ങൾക്കും ബുദ്ധിമുട്ടാ. നിങ്ങൾ പൊയ്ക്കോളൂ. കിട്ടുമ്പോ തന്നാ മതി. ഇതാ ഞാൻ പറഞ്ഞത്, പെങ്ങൾക്ക് ഇവിടെ ഇത്രയ്ക്കേ സ്ഥാനമുള്ളൂന്ന്. പിച്ചപ്പാള എടുക്കാനുള്ള എല്ലാ വഴിയും അളിയൻ ഉണ്ടാക്കുന്നുണ്ട്. വേറൊരുത്തി ഉണ്ടല്ലോ, പട്ടമഹർഷി, അവളോടും മക്കളോടും ആ സ്ഥായി. അവിടെ നിൽക്കാൻ ഇല്ല കുട്ടിയെ പോലെ കളിക്കണ്ടേ? അതിനൊരിടത്ത് കെട്ടിയിട്. അല്ലെങ്കിലേ പറക്കാൻ നേരത്ത് ഒരു തുള്ളി പാല് കിട്ടില്ല. ദേ കറന്ന് അതിന്റെ ചോര കൂടി ഊറ്റി എടുക്കണുണ്ട്. ചോര ഊറ്റി വിറ്റിട്ട് തന്നെയാ നിന്നെയൊക്കെ ഇത്രയും വളർത്തിയെടുത്തത്. എന്തിനാ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത്? ഭർത്താവ് വേണ്ടത്ര സമ്പാദിച്ചു കൂട്ടുന്നില്ലേ? വെറുതെ കുരുത്തക്കേട് പറയണ്ട, മര്യാദയ്ക്ക് സംസാരിക്ക്. നാവെടുത്ത ആങ്ങളെയും പെങ്ങളും. അച്ഛനെ കുറ്റം പറയാനേ സമയമുള്ളൂ. അത്രയ്ക്ക് സ്നേഹമുള്ള ആളാണെങ്കിൽ എത്ര ദിവസം ഇങ്ങോട്ട് വന്നിട്ട്? വരണമെന്നും മക്കളെ കാണണമെന്നും ഒക്കെ മോഹം ഉണ്ടാവും. അതിനാ യക്ഷി വിടണ്ടേ? കാവൽക്കാരായിട്ട് 2 കാട്ടുപോത്തുകളെ നിർത്തിയിരിക്കല്ലേ. ആങ്ങളമാരാണത്രേ, ആങ്ങളമാര്. അതിന് ഉണ്ണീടിന് സാമർത്ഥ്യം ഉണ്ടായിരുന്നെങ്കിൽ അവരവിടെ താമസിക്കുവോ? കലയിലേ വരാൻ നന്നാകണം. അച്ഛന്റെ കൂടെ നിന്ന് മന്ത്രവാദം പഠിച്ചിരുന്നെങ്കിലേ അതെങ്കിലും ഉണ്ടാവുമായിരുന്നേനെ. കണ്ടിടത്തുനിന്ന് ഇറങ്ങി നടക്കാനല്ലേ യോഗം. ഓ പിന്നെ രാവിലെ കുളിച്ചൊരുങ്ങി പോകുന്ന കണ്ടാ തോന്നും വലിയ കളക്ടർ ഉദ്യോഗത്തിന് പോവാന്ന്. എവിടെയാടി അവൻ? രാമരാവണ സാമ്രാജ്യം നാടകം ഏതാനും നിമിഷങ്ങൾക്ക് ആരംഭിക്കുന്നതാണ്. രാവണനായി അഭിനയിക്കുന്ന ഉണ്ണികൃഷ്ണൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. ഈശ്വര, മനുഷ്യനെ മൂത്രമൊഴിക്കാൻ പോകാനും സമ്മതിക്കില്ലേ? ആ വിദ്യാസുണ്ടെങ്കിൽ വിളിക്ക്. സുദേവ, മീശ ഒട്ടിക്ക്. ഉണ്ണികൃഷ്ണൻ എഴുത്തുണ്ട്. എഴുത്തൊക്കെ പിന്നെ നാടകം നടക്കട്ടെ. അതല്ല, എഴുത്ത് വായിച്ചാൽ നാടകം നടക്കൂ. എന്താ പക്ഷേ പ്രശ്നം? ഇവനോ പറയുന്നില്ല, നിങ്ങളെങ്കിലും ഒന്ന് പറ. ഉണ്ണി കാര്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറ. എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം. വേണ്ട, നാടകം നടക്കുന്ന കാര്യം ബുദ്ധിമുട്ടാ. ജിഞ്ചർ ബെറീസും ഫ്രഞ്ച് പോളിഷും കലർന്ന വ്യാജമദ്യം കഴിച്ച് വിഭീഷണനും ലക്ഷ്മണനും ദശരഥനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഭാരവാഹികൾ ഈ വിവരം അറിയുന്നതിന് മുമ്പ് നമുക്ക്. അപ്പൊ കല്യാണത്തിന് നാളെ നേരത്തെ എത്തില്ലേ? എന്നാ ഞാൻ പോട്ടെ. ഭാസ്കര, ഒറ്റയ്ക്ക് പോകാൻ പേടിയുണ്ടോ? എനിക്ക് പേടിയോ? അത് കൊള്ളാം. ഞാൻ വേണം നിങ്ങളെ വീട്ടിലാക്കി തരാം. എന്നാ ഞങ്ങൾ പോട്ടെ. പറ. പേടിയേ? സഹോദര, ജ്യേഷ്ഠ, സുഹൃത്തേ, സഹോദര, അമ്മ. കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു രാവണൻ.
4 കാലിലാണല്ലോ വരവ്. അച്ഛന്റെ ചിരിദേവി കുട്ടി എവിടെ? ആ ബോധം അറിയുമ്പോഴാണ് അച്ഛന് മക്കളെ പറ്റിയുള്ള ആലോചന. മോള് പറഞ്ഞത് നേരാ. എന്നാ പരിപ്പ് വട. ഓർമ്മയുണ്ട്, മിണ്ടിക്കൂടാന്ന് പറഞ്ഞ അവസ്ഥ അച്ഛന്റെ. എന്താ ചെയ്യ ഭവാനി? ഇന്നാ ഇത് വച്ചോ. വാവിനും സംക്രാന്തിക്കോ ഒന്ന് കടന്നു വരിക. വന്നു എന്നറിഞ്ഞ ആകെപ്പാടെ എങ്ങോട്ട് കടത്തിക്കൊണ്ട് പോകുന്നുള്ള പരാതി. എനിക്ക് കാശും പുത്തനും ഒന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്കൊന്ന് കണ്ടാ മതി. ഉണ്ണികൃഷ്ണനാ, ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. അവന്റെ ഈ തോന്നിയടുത്തുള്ള വരവും പോക്കും ഇന്നത്തോടെ ഞാൻ നിർത്തും. ഇവിടെ നീ ഇവിടെ ഇരുന്നാ മതി, അങ്ങോട്ടൊന്നും വരണ്ട. അമ്മേ, അച്ഛാ, ഞാന് ഉണ്ണികൃഷ്ണൻ. അമ്മേ, അച്ഛൻ. അനാഥരക്ഷക, അടിയന് ഭാവമോചനം കിട്ടി. ആപൽ ബാന്ധവ. ശങ്കുണ്ണിയാര് ആരാത്? ശങ്കുണിയാരില്ലേ? അളിയൻ പുറത്തു വരിക. എന്താ പ്രശ്നം? സ്വാമിയേ, അതെ, ദർശനം, പുണ്യദർശനം. ഈ ദാസൻ ധന്യനായി പ്രഭോ. ഇന്നലെ തുടങ്ങിയതാ. മഹാമായി സാഷ്ടാംഗ പ്രണാമം കാരുണ്യ സിന്ധോ. ശത്രുവിന്റെ ആഭിചാരപ്രകം മൂലമുണ്ടായ അപസ്മാരമാണ്. കൊമ്പനാനയുടെ മൂത്രത്തിൽ വെളുത്ത ചെത്തിപ്പൂവ് ചേർത്തരച്ചുണക്കി പൊടിച്ച് ആ പൊടി കൈവശം വെച്ചുകൊണ്ട് മന്ത്രം ജപിക്കണം. എന്തു മന്ത്രോ? അതിനളിയൻ വരണം. ശരണം മയിൽ വാഹന. അങ്ങേരുടെ ഒളിച്ചുകൾ ഞാൻ ഇന്നും കൊണ്ട് അവസാനിപ്പിക്കും. എന്റെ കണ്ണൊന്ന് തെറ്റിയാ മതി, ഉടനെ ആ എണ്ണക്കെട്ടോടെ വീട്ടിൽ പോകും. പാടാ. ഇത് പിരിയാവും, ഞാൻ അങ്ങനെ വിളിച്ചോണ്ടരാ. പാടാ. ഓ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും, ഞാൻ ഇപ്പൊ വരാം. നീ എങ്ങോട്ടാ? നിങ്ങളെങ്ങോട്ടാ? മൈമേക്കട. എന്നാ ഞാനും വരുന്നു. ഒന്ന് പരിചയപ്പെട്ടിരിക്കാൻ പറ്റും. തർക്കുത്തരം പറയുന്നു. നീ ഇവിടെ ഇരുന്നാ മതി, വരുന്ന ആളുകൾ വേറെ അങ്ങോട്ട് പോവാതെ നോക്കിയാ മതി. വാ ഭാർഗവ. നിങ്ങൾ പോയിട്ട് വാ. ചാമുണ്ടേശ്വരി, പാലാഴി കടഞ്ഞ് തീരാറായോ? ഇല്ല, കുറച്ച് സമയം കൂടെ പിടിക്കും. അവന്റെ ഒരു പാലാഴി. വിജയീഭവ. അവന് താല്പര്യം ഉണ്ടെങ്കിൽ ആ പഞ്ചായത്ത് ഓഫീസിന്റെ വടക്ക് വശത്തുള്ള സ്ഥലം വിറ്റ് അവനൊരു കടയിട്ടു കൊടുക്കും. അതൊന്നുമല്ല വേണ്ടത്. ശ്രീദേവിക്ക് നല്ല ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണം. അവളുടെ കാര്യം ഓർക്കാഞ്ഞിട്ടല്ല, ആ നാണുനായരുടെ നല്ല കല്യാണക്കാരിയും വല്ലതും ഒത്തുവരികയാണെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഒഴിഞ്ഞൊഴിഞ്ഞ് ഈ പരുവത്തിലാക്കി, എന്നിട്ട് നിർത്താറായില്ലേ? എന്തോന്നാ മനുഷ്യ കാണിക്കുന്നത്? ഇങ്ങോട്ടാ എഴുന്നള്ളുന്നെങ്കിൽ ഒന്ന് പറഞ്ഞിട്ടായിക്കൂടായിരുന്നോ? ഇന്നലെ രാത്രി ഇനി നിങ്ങളെ അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല. ചേച്ചി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇങ്ങോട്ടേ വരത്തോളന്ന്. ഈ ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും നടുവിൽ ഇങ്ങേരും കൂടെ വന്നിരുന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അയ്യോ, ചെറിയമ്മയ്ക്ക് ഇത്രയും സ്നേഹം ഞങ്ങളോടുണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായത്. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, അച്ഛൻ വരുമാനം മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് തരുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ സുഭിക്ഷമായി ജീവിക്കുന്നുണ്ടേ. ഉണ്ണി, നിങ്ങളെങ്ങനെ ഇവിടെ ഇരുന്നാ മതിയോ മനുഷ്യ? കാലത്തോട്ടോടെ ആളുകൾ വന്ന് കാത്തിരിക്കുക. ചെറിയമ്മ പൊക്കോ, അച്ഛനവിടെ എത്തിക്കോളും. നിങ്ങൾ വരുന്നുണ്ടോന്ന് ഓട്ട കാത്തു കിടക്കുന്നു. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. പുള്ളിയും ജപമൊക്കെ അവിടെ ചെന്നാലും ആവാം. കുളി കഴിഞ്ഞിട്ട് പോയാ മതി. അതുവരെ നിൽക്കാൻ പറ്റാത്ത പ്രേതവും ബാധ ഉണ്ടെങ്കിലേ അങ്ങോട്ട് പോയിക്കോട്ടെ. തള്ളേ, ഏഷ്യനും പരദൂഷണം പറഞ്ഞ് ഞങ്ങളെ തമ്മിൽ തല്ലിക്കാന്നായിരിക്കും. കണ്ടിടത്ത് നിറയെ കിടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. കണ്ടോ, ഇവിടെയുള്ള അച്ഛന്റെ ഭാര്യ മക്കളുവാ, രഹസ്യബന്ധക്കാരല്ല. അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. എന്റെ ചേച്ചി ആരാണെന്ന് നിനക്കറിയാമോ? അറിയാം, എന്റെ അച്ഛന്റെ കൂടെ കൂടിയിരിക്കുന്ന പുതിയ ഒഴിയാ ബാധ. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ ശരിയല്ലെങ്കിൽ ആണുങ്ങൾ 2-3 കെട്ടിയെന്നിരിക്കും. വിഷമിച്ചിട്ട് കാര്യമില്ല. ആ കഥയൊന്നും പറയണ്ട. കണ്ടവരുടെ വീട്ടിലൊക്കെ അടിച്ചു വരാൻ നടന്നിരുന്ന പങ്കജം എന്റെ അച്ഛന്റെ കൂടെ കൂടുന്നതിന് മുമ്പ് ഏത് തരക്കാരിയായിരുന്നു എന്ന് എനിക്ക് മാത്രമല്ല നാട്ടുകാർക്കും അറിയാം. ഉണ്ണി, അകത്ത് പോ. ഈ നാറിയുടെ വായിന്ന് കേൾപ്പിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ വന്നത്? അവൻ പറഞ്ഞത് കേട്ടില്ലേ? തൃപ്തിയായില്ലേ നിങ്ങക്ക്? ഇങ്ങോട്ട് വന്നേ. ആയിക്കോട്ടെ, വാ, വാ. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നില്ല. നിങ്ങളുടെ കാലം കഴിഞ്ഞ എന്റെ സ്ഥിതി എന്താവെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ അത്ര വേഗമൊന്നും ചാകത്തില്ലടി. ഇന്നല്ലെങ്കിൽ നാളെ ആ ഭവാനിയും പിള്ളേരും കയറി വരും.
ഉഴുത്ത പട്ടിയെ പോലെ എന്നെ ആട്ടി ഇറക്കുന്നത് കാണാൻ മോഹമുണ്ടോ? ഈ വീടും പറമ്പും നിന്റെ പേരിൽ എഴുതി വെച്ചിട്ടില്ലേ, പിന്നെ എന്തിനാട് കിടന്നു പോകുന്നേ? വയസ്സുകാലത്ത് എന്നെ തിരിഞ്ഞു നോക്കാൻ ഒരുത്തനും ഉണ്ടാവില്ല. കാലായ ആൺമക്കളൊന്നും എനിക്കില്ലല്ലോ. എല്ലാരും ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോന്നതേ നിങ്ങളെ ഉദ്ദേശം മാത്ര. നീ എന്തിനാടി വിഷമിക്കുന്നേ? അതിന് ഞാൻ നിന്നോട് വല്ല വിശ്വാസപൂർവ്വം കാണിച്ചിട്ടുണ്ടോ? വിശ്വാസക്കുറവ് കാണിച്ചെന്ന് ഞാൻ പറഞ്ഞു ചേട്ടാ. തിരക്കൊഴിഞ്ഞിട്ട് ഇതിലൊന്ന് ഒപ്പിടാൻ പറയാൻ ഞാൻ എപ്പോഴും മറക്കും. ദേ ഇതിലൊന്ന് ഒപ്പിട്ടെ. ആ എന്തിനാ ഇത്? അതെ, ആ പഞ്ചായത്ത് ഓഫീസിനടുത്തുള്ള സ്ഥലം എന്റെ പേരില്. അത് ഉണ്ണിക്ക് കൊടുക്കാമെന്ന് ഞാൻ ഏറ്റു. അത് സാരമില്ല, ഇതിലൊരു ഒപ്പിടുന്നോണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പൊ പറ്റില്ല. എന്നെ വിശ്വാസമില്ലാത്തോണ്ടല്ലേ അങ്ങനെ പറയുന്നേ? നോക്ക്, എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഇത് മാറിക്കേ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? സദാസമയവും ഭർത്താവ് ഭർത്താവ് എന്ന് നാമം ജപിച്ചേർന്നിട്ട് എന്തായി? ഈ പങ്കയത്തിനെ ഇങ്ങനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. നല്ലവണ്ണം ആണെങ്കിലേ പങ്കിന്റെ കരള് പറിച്ചു കൊടുക്കും. ആ ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, അളിയൻ വെള്ളം അടിക്കുമ്പോ അതും ഇതും പറഞ്ഞ എന്റെ പെങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട. മര്യാദക്ക് ഒപ്പിട്. ഒപ്പിടില്ല. ഒപ്പിടാനാ പറഞ്ഞത്. ഒപ്പിടില്ല. ഇങ്ങോട്ട് പറക്കേ. ഇതിന് ഒപ്പിടാൻ. ഒപ്പിടില്ല. ഒപ്പിടാനാ പറഞ്ഞേ. ഞാനിതിൽ ഒപ്പിടുന്ന പ്രശ്നമേ ഇല്ല. ഒപ്പിടോ നേരെ. ഞാൻ ഒപ്പിടില്ല. ഇയാളെ കൊണ്ട് ഒപ്പിടിക്കാവോ? ഞാനൊന്ന് നോക്കട്ടെ. നിന്റെ അച്ഛനെ പാമ്പ് പിടിച്ചു. എങ്ങോട്ടാ? സ്വന്തം ബന്ധം പറഞ്ഞോണ്ടുള്ള ഓരോ ഏർപ്പാടും ഇനി വേണ്ട. ഇതോ കിടക്കുന്നു. അച്ഛനെ ചിതയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിതൊക്കെ പ്രതീക്ഷിച്ചതാ. അമ്മയെ വീട്ടിലെത്തിക്കാൻ എനിക്ക് ആരുടെ ഔദാര്യം ആവശ്യമില്ല. കാറ്റും മഴയും കൊള്ളാതെ ചുരുണ്ട് കിടക്കാൻ ഒരു വീടെങ്കിലും കിട്ടിയിട്ടുണ്ടല്ലോ. 2 എണ്ണത്തിന് പെറ്റേന്നുള്ള കൂലിയായിട്ട്.